കുട്ടികളുടെ ആധാർ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ അവർക്ക് ആധാർ എടുത്തിരിക്കണം എന്ന ഒരു നിയമവുമായി സംസ്ഥാന IT വകുപ്പ് എത്തിക്കഴിഞ്ഞു. നമ്മൾ ആധാറിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 5 വയസ്സ് വരെ, അതായത് ജനിച്ച് 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായി ആധാർ എടുത്തിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ 5 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ ആധാർ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബ്ലൂ കളറിലാണ് ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ നീല കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആധാറിൽ കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുകയില്ല, പകരം കുട്ടികളുടെ മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ഈ കുട്ടികൾ 5 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ബയോമെട്രിക് സൗജന്യമായിട്ട് നമുക്ക് സെപ്റ്റംബർ 2026 വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും കുട്ടികൾക്കുള്ള ആധാറിൽ. അപ്പോൾ മറ്റുള്ള സൗജന്യ സേവനങ്ങൾക്കും മറ്റും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃതമായിട്ട് ജില്ലകളിൽ ആധാർ സേവാ കേന്ദ്രങ്ങളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ള ആധാർ സേവാ കേന്ദ്രങ്ങൾ നിരവധി നമ്മുടെ അടുത്തിടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ ഇപ്പോൾ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആധാർ എടുത്തില്ലെങ്കിൽ വിവിധ തരം സ്കോളർഷിപ്പുകൾ, അതോടൊപ്പം തന്നെ ഈ റേഷൻ കാർഡിൽ പേര് ചേർക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ള OTP സേവനങ്ങൾ, പിന്നെ ഡിജി ലോക്കർ, ആധാർ ID തുടങ്ങിയ എല്ലാത്തിനും ആധാർ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ കുട്ടികളുടെ ആധാർ എത്രയും പെട്ടെന്ന് എടുത്തിട്ടില്ലാത്തവർ എടുക്കുക. അതുപോലെ തന്നെ 1 മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ ഏജിലുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികളും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആധാർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. സമയബന്ധിതമായി ആധാർ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കുക. ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പഴയ ആധാർ ആയിട്ട് നിങ്ങൾ നേരിട്ട് അടുത്തുള്ള സെൻറ്ററുകളിൽ പോവുക, ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോവുക. ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പുതിയ കാർഡ് ലഭിക്കുവാൻ. ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. എന്നാലേ നമ്മുടെ ആധാറിൽ ഈ OTP അനുസൃതമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈം പീരീഡ് ഞാൻ മുമ്പേ പറഞ്ഞു. 1 മുതൽ 5 വയസ്സ് വരെ, അതിനുശേഷം 5 തൊട്ട് 10, 10 തൊട്ട് 15, 15 കഴിഞ്ഞാൽ പിന്നെ 17, 18ാമത്തെ വയസ്സിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആധാർ നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.